നമ്മൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരുപാട് ആളുകൾ കടന്നു വരും. അത്തരത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ അവശത അനുഭവിക്കുന്ന ഒരു സമയത്ത് അത്തരത്തിൽ തൻ്റെ കൂടപ്പിറപ്പ് എന്നും തന്നോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു അനിയനുണ്ട്. ആ അനിയനും ചേട്ടനുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി മാറിയിരിക്കുന്നത്. അധികം മുഖവുരയുടെ ആവശ്യമൊന്നുമില്ല. നിഖിലാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് നിഖിൽ. ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പോൾ ഒരു വീഡിയോ കൂടെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഒരുപാട് ഫോൺ കോളുകൾ ആളുകൾ കാണാൻ വരുന്നു. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിന്? എന്താ പറയാനുള്ളത്? സന്തോഷമായി? സന്തോഷമാണ്. പിന്നെ എന്താ പറയുക, നമ്മളിതൊന്നും പ്രതീക്ഷിച്ചല്ലല്ലോ. അവിടെ സ്കൂളിൽ ആക്ച്വലി അവർ വന്നത് വേറെ പരിപാടിക്ക്, ഹിറ്റായത് വേറൊരു വാർത്തയും. അപ്പം പിന്നെ ആ ചെയ്തതിന് ഒരു വിലയില്ലാത്തൊരവസ്ഥയായി. ഇപ്പം ഞാനിത് എക്സ്പെക്ട് ചെയ്തില്ല. എൻ്റെ അവിടെ ഒരു റോളും ഇല്ലല്ലോ. അവർ വേറൊരു ഇതിന് ബന്ധപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് എൻ്റെ റോളില്ല. എന്നെ അവിടെ ഒരു വീഡിയോ, ഒരു ഫോട്ടോ എടുക്കണം എന്നും പറഞ്ഞ് എൻ്റെ ക്ലാസ് ടീച്ചറെ വിളിച്ചിട്ട് പുള്ളിയുടെ ഫോൺ എടുത്ത് ഞാൻ അതിനും പോയതാണ്. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഫോൺ കൊടുത്ത് തിരിച്ച് അവിടെ പോയി ഇരുന്നപ്പോഴാണ് ഇങ്ങനെ എൻ്റെ കയ്യിൽ മൈക്ക് എന്ന് ചുമ്മാ സംസാരിച്ചെന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സംസാരിച്ച് വലിയ വൈറലാവുന്നത്. എനിക്കെന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ ആദ്യം ആരൊരു വിഷമമായിരുന്നു. വാർത്ത എത്തുമ്പോൾ സമയത്ത് ഈ ഒരു അവസ്ഥ ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ ഇത്രയും ബോൾഡായിട്ടുള്ള ഇത് ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നേരിട്ട് കാണാൻ പറ്റിയതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ആളുകൾ വിളിച്ച്, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ആളുകൾ ഈ പ്രതികരിക്കുന്നത്? ഇപ്പോൾ ഷെപ്പിലാണെങ്കിലും പഠിക്കാനുള്ളൊരു അവസരമാണ് തുറന്നു വരുന്നത്. വലിയൊരു ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത്. അതായത് എവിടെ പോയിട്ട് പഠിക്കാനാണെങ്കിൽ എന്താണ് ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഫ്യൂച്ചർ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം എന്തായാലും സെറ്റാണ്. എല്ലാം ഹോട്ടൽ മാനേജ്മെൻറ്റ് തന്നെയാണ് എനിക്ക് അതിന് തന്നെ പോകണമെന്നാണ് ആഗ്രഹം. അപ്പം പറ്റുമെങ്കിൽ ഇവിടെ തന്നെ പഠിക്കണമെന്നാണ്. ബട്ട് എനിക്ക് വെളിയിൽ പോയാലും ഓക്കെയാണ്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അത് പ്രാക്ടിക്കലാവില്ല. ബട്ട് വെളിയിൽ പോയി പഠിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. എങ്ങനെയാ ഇപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ? ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്ന ചെറിയ കാര്യത്തിന്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാത്രമല്ലല്ലോ, എന്നെ താങ്ങുന്നൊരു ദൈവമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ദൈവം താങ്ങുന്നതുകൊണ്ടാണ് ഞാനും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ ഇരിക്കില്ല. ഞാൻ തകർന്നു പോകേണ്ട ഒരാളാണ്. സോ ദൈവം താങ്ങുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇതെല്ലാം മാനേജ് ചെയ്ത് പോകുന്നത് മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് ഒരുപാട് അസുഖം തുടങ്ങിയ ആ ഒരു സമയത്തൊക്കെ ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അമ്മയുടെ അസുഖമാണെങ്കിലും ഒക്കെ വരുന്നത്? അത് ജീവിതത്തിൽ വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നത്? ഇത് ആക്ച്വലി ഞാൻ 9th-ലോ 10th-ലോ എന്തോ പഠിക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു ഇതായത്, ലൈക്ക് കുറച്ച് പ്രശ്നങ്ങളായത്. ഇത് ആക്ച്വലി സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. ഇങ്ങനെ പാർക്കിൻസോണിസം ആണെന്നുള്ളത് കഴിഞ്ഞ വർഷമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആക്ച്വലി ഒട്ടും തീരെ വയ്യ നടക്കാനും, സ്ലോ മൂവ്മെൻറ്റ്സും ഈ മസിൽ റിജിഡിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അനിയൻ്റെ ആണെങ്കിലും പ്രശ്നം, അതായത് അമ്മയ്ക്ക് വയ്യാണ്ടായതിനു ശേഷം അനിയനെ മാനേജ് ചെയ്യാനാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ അനിയൻ എങ്ങനെയാണ്, അതായത് അനിയൻ്റെ കാര്യങ്ങൾ സ്കൂളിൽ പോകുന്നതിനിടയിൽ എങ്ങനെയാണ് അനിയൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാനുള്ളൊരു സമയമൊക്കെ കിട്ടുന്നുണ്ട്? സ്കൂളിൽ പോകാനൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്? ഇല്ല, അവൻ കിടന്ന് ഉറങ്ങും രാവിലെ. അപ്പം ഞാൻ ഇവിടെ എല്ലാം വെച്ചിട്ട് ഞാനങ്ങ് പോകും. ഇവനെ വിളിപ്പിക്കേണ്ട കാര്യമില്ല. ഇവൻ ബേസിക്കലി അങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങുന്ന ടൈപ്പാണ്. അപ്പോൾ ലേറ്റായിട്ട് എണീക്കുന്നതും ലേറ്റായിട്ട് തന്നെയാണ്. സോ അതൊന്നും കുഴപ്പമില്ല. ഞാൻ വന്നിട്ടായിരിക്കും പിന്നെ ഉച്ചയ്ക്ക് എത്തതൊക്കെ കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടിട്ട് ഉച്ചയ്ക്ക് എത്തിയിട്ടാണ് ബാക്കി കാര്യം. ഇനി എന്തൊക്കെയാ, അതായത് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ടല്ലോ ചുറ്റും. എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ എന്ന് പറയാൻ? എന്തൊക്കെയാണ് മുന്നിൽ പ്രതീക്ഷ എന്ന് പറയാനായിട്ട്? എൻ്റെ ഫ്യൂച്ചർ എനിക്ക് സെറ്റ് ചെയ്യണം, ഇവരെ രണ്ടുപേരും നോക്കണം, ഇതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം ആരിൽ നിന്നും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സഹായിക്കുന്നവർ സഹായിക്കട്ടെ, ഞാനത് വേണ്ടാന്ന് പറയുന്നില്ല. ബട്ട് ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. വീടെന്നൊരു സ്വപ്നമാണ് ബാക്കിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. വീട് വേണം. കാരണം നമ്മൾ പണ്ട് തൊട്ട് ഇപ്പോഴും വരെ വാടക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അവസ്ഥയാണ്. അപ്പം ഒരു വീട് സ്വന്തമായിട്ട് വേണമെന്നൊരു അതിയായ ആഗ്രഹമാണ്. അത് സാധിച്ചു തരട്ടെ എന്ന് സാധിക്കട്ടെ എന്ന് കരുതുന്നു. ഇതിന്റെ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, സഹായങ്ങൾ ഒരുപാട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ നിക്കിനോട് ചോദിച്ചപ്പോൾ തന്നെ വീടെന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് ഇന്നും എത്താൻ സാധിച്ചിട്ടില്ല. 4 വർഷത്തോളായി ഈ വാടക വീട്ടിൽ തുടരുന്നെന്ന് പറയുന്നു. വീട് എന്റെ വേണ്ട. തീർച്ചയായിട്ടും വീട് തന്നെ ഏറ്റവും വലിയൊരു സ്വപ്നം. വീട് തന്നെ സഹായം വരുവാതെയും എനിക്കൊരു വീട് തന്നെ ആവശ്യം എന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക, ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാന്ന്. കാരണം പിള്ളേർ എൻ്റെ ഒരു കാലശേഷം
പിള്ളേർക്ക് രണ്ടുപേർക്കും സുരക്ഷിതമായിട്ട് ഇരിക്കാനൊരു വീട്. അത് ഏതൊരു അമ്മയാണെങ്കിലും ആഗ്രഹിക്കത്തില്ല. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ലൈഫ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നും അതായത് ഇപ്പോൾ ഈ അസുഖം വന്നതിന് ശേഷം അതിന് മുന്നേ ആണെങ്കിലും ഇവിടെ അതായത് ലൈഫിൽ ഒരുപാട് ഹസ്ബൻഡിന്റെ മരണശേഷമൊക്കെ ആണെങ്കിലും അതെ 23 വർഷമായി ഓരോ സ്ട്രഗിൾസിൽ കൂടെ, ഓരോ ട്രാജഡീസിൽ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു അവസാനം എന്ന് തീർത്ത് പറയാൻ ദീക്ഷയുടെ ഈ വീഡിയോ ആയിട്ടുണ്ടായി പോകുന്നത്. കാരണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സ്നേഹമുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ടെന്നും സന്മനസ്സുള്ളവർ സഹായിക്കാനും അന്വേഷിക്കാനും ഉള്ളതാവും. അപ്പം അതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എല്ലാവരും. ആരൊക്കെ വിളിച്ച് ഇതുവരെ ആരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ അറിയാത്ത ഒരുപാട് പേര് ഈ മീഡിയയിൽ കൂടെ വന്നുകൊണ്ട് ഒരുപാട് പേര് അവരുടെ ചാനൽസിൻ്റെ നമ്പർ എടുത്തിട്ട് വിളിക്കും, അന്വേഷിക്കും. അപ്പോൾ നമുക്കൊരു കരുതലാണല്ലോ അതാ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത്. നമുക്ക് ആരും ഇല്ലാതെ ഞങ്ങൾ 3 പേരും ഈ ഒരു ബോൾസിനകത്തേക്ക് പോയായിരുന്നു. ഇതൊരു ആക്സിഡൻ്റായിട്ട് പറ്റിയ ഒരു സംഭവമായി വൈറലായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും പേര് ലോകം മുഴുവൻ ഞങ്ങൾ ഇത്രയും നാൾ ഒഴിച്ചു വെച്ചത് ലോകമെമ്പാടും ആൾക്കാർ അറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതൊരു പോസിറ്റീവായിട്ട് തന്നെ പോയി. എല്ലാവരും അന്വേഷിച്ച് സഹായങ്ങൾ. മോൻ്റെ ഷെഫ് സുരേഷ് പിള്ള അവൻ്റെ പഠിത്തം റെസ്പോൺസിബിലിറ്റി ഇത് ചെയ്തുകൊണ്ട് വലിയ സന്തോഷം പുള്ളിയെടുത്ത് ഞാനും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ സ്നേഹം ഗവർണർ ഞങ്ങളെ കാണണമെന്ന് വെച്ചു. പുള്ളിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും വളരെ പോസിറ്റീവായിരുന്നു. സുരേഷ് ഗോപി സാറ് വിളിച്ചായിരുന്നു. സുരേഷ് ഗോപി സാറ് എനിക്കൊരു മെയ്ഡിനെയൊക്കെ വയ്ക്കാനായിട്ട് സഹായം ചെയ്തു. പുള്ളിയെടുത്തും കടപ്പെട്ടിരിക്കുന്നു. കാരണം സന്മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പൈസ തന്ന് ഉപരി എനിക്ക് പൈസ തരുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ സഹായം ചെയ്യുന്ന ഞാൻ ഇല്ല. അങ്ങനെയുള്ള സഹായങ്ങൾ അന്വേഷിക്കുന്നത് എങ്ങനെയുണ്ട്. അപ്പം അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൾക്കാർ വിളിക്കുന്നവർ, അന്വേഷിക്കുന്നവർ, ഓരോ പ്രോഗ്രാമിലും ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒക്കെ വളരെ സന്തോഷവും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പം. കാരണം ഇത്ര നാളും ആരും അറിഞ്ഞില്ല, 4 ചുവരിനുള്ളിൽ ഒതുങ്ങി നിന്നു. പക്ഷെ ഇനി അങ്ങനെ ഇല്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇനി കിട്ടുന്നത്. കേട്ടില്ല. അതായത് ഇത്ര നാളിൽ 4 ചുവരിനുള്ളിൽ 3 പേരുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. ഒരാൾ പോലും ഇവിടെ ഫ്ലാറ്റിന് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളവർക്ക് പോലും ഞങ്ങളുടെ ജീവിതം എന്താന്നുള്ളത് അറിയിക്കുക. ഇപ്പം എല്ലാവരും അറിയേണ്ടി വന്നു ഈ വീഡിയോ വൈറലായി. ഈ പറഞ്ഞ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ചെലവ്? ഞാൻ ഹസ്ബൻഡ് ഇതായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ആൽക്കലൈൻ വാട്ടർ ഇത് ആൽക്കലൈൻ വാട്ടറിൻ്റെ മെഡിക്കൽ ഗ്രേഡ് ഡിവൈസാണ്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ. ഇപ്പം അതിൻ്റെ കമ്മീഷനാണ് എൻ്റെ ഏക വരുമാനം. ഒരു സ്ഥിരം ആയിട്ടുള്ളതല്ല, കമ്മീഷൻ വൈസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ വരുമാനം. അതിലെൻ്റെ എല്ലാ നീഡ്സും ആവില്ല. അതിൻ്റെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. മകൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഓട്ടിസം എന്നുള്ള ചികിത്സയും അതായത് ഒരുപാട് 2 പേരുടെയും രോഗാവസ്ഥയ്ക്ക് വേണ്ട സാധനം എനിക്കും ഉള്ള രോഗത്തിനും എനിക്കും ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. ഒക്കെ എല്ലാത്തിനും പൈസ അല്ലേ മോനെ. എല്ലാം ചികിത്സയ്ക്കാണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യണം. ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയില്ല. ഇപ്പം മെഡിക്കേഷന് മാത്രമാണ്. എല്ലാ ഫിസിയോതെറാപ്പിയൊക്കെ വളരെ എക്സ്പെൻസീവ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ആരോടും പറയാതെയൊക്കെ ഇങ്ങനെ കഴിയുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ചെയ്യാൻ നീ ഒന്ന് നോക്കണം എങ്ങനെയാണെന്നുള്ളതൊക്കെ, ചികിത്സയുടെ കാര്യങ്ങളൊക്കെ. അപ്പൂൻ്റെ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡിസീസ് അല്ലല്ലോ, ഒരു സ്റ്റേറ്റ് ഓഫ് ഇത്. അപ്പം അതിന് ഒരു നല്ല ഒരു ട്രെയിനിങ് അവന് കിട്ടണം. അപ്പോൾ പുതുകാട് സാറിൻ്റെ അവിടെ ഇത് തെറപ്പീസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ഒരിടത്ത് എനിക്ക് തെറപ്പീസിന് ഇപ്പം അവിടെയാണ് പോകുന്നത്. വിളിക്കാൻ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക തെറപ്പീസിന് പോകുന്നത്. ഒരിടയ്ക്ക് വിളിക്കും, അന്നേരം പോകും. അപ്പോൾ സ്ഥിരമായിട്ട് അവനെ പോയാലേ അവനെ ആ ട്രെയിനിങ് കിട്ടുമോ. ഇപ്പം മോൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ സേഫായി. നിഖിലിൻ്റെ കാര്യം +2 കഴിഞ്ഞ്, പിന്നെ വറി ചെയ്യേണ്ട കാര്യമില്ല.
അവനൊന്ന് പഠിച്ച് ജോലിയെടുത്ത് ഞങ്ങളെ നോക്കുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ ഏക എന്താ പറയുക ഡ്രീം മണിയത്. കാരണം അവൻ ജോലിയെടുത്ത് നമ്മളെ നോക്കണം, അതല്ല അധ്വാനിച്ച് നമ്മളെ നോക്കുന്നതല്ലേ അല്ലേ. ഒരുപാട് സന്തോഷമാണ്. ഇത് ഒരുപാട് സന്തോഷം. സന്മൻ ഇത്രയും നല്ല മനുഷ്യർ നമ്മൾ വിളിക്കാനും അന്വേഷിക്കാനും ഒക്കെ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാവരും സത്യം തോന്നുന്നു. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ഈ ഒരു നിലയിലെത്താൻ തന്നെ കാരണം എൻ്റെ സ്കൂൾ തന്നെയാണ്. എൻ്റെ സ്കൂളിൻ്റെ പേര് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു മോറൽ സപ്പോർട്ടും പിന്നെ എന്താ പറയുക പ്രിൻസിപ്പളും അവരെല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തീർച്ചയായും സ്കൂൾ മൊത്തത്തിൽ തന്നെ. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും. പിന്നെ എന്താ പറയുക എൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കുറച്ച്, എൻ്റെ ഫീസ് സെക്കൻഡ് ഇയറിൻ്റെ ഫീസേ ഇല്ല, അത് വേവ് ഓഫ് ചെയ്ത് തന്നു. എൻ്റെ കഥകളെല്ലാം അവർക്ക് ആദ്യം തൊട്ടേ അറിയാം. അപ്പം അവരെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടെല്ലാം വളരെ വലുതാണ്. ഇനിയിപ്പോൾ എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അത്രയ്ക്ക് അവരോട് എല്ലാവരോടും നന്ദി സ്നേഹവും മാത്രം ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. ചുണ്ടിൽ തത്തും കവിതയിൽ നിലാവേ നെന്നിഴലിളകും എൻ കൺപീലിയിൽ നിൻ കനവുകളോ മിഴിനീരോ എന്നണയുകയായി എന്നിൽ കണ്ടോ കുളിരും പൂക്കളും വിതറുകയോ മെല്ലെ വെണ്ണിൻ കൊടിയിലെ പുതുവിരിയിൽ എന്നഴകോ മനസ്സോ കണ്ണാടിയിൽ കണ്ടോ നീയൊരു മായാവിയായി കൺമറയും മുൻപേ എന്നെ കണ്ടോ നീയൊരു മായാവിയായി കൺമറയും മുൻപേ എന്നെ കണ്ടോ. നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. പാട്ട് പഠിക്കാനുള്ള അവസരം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? അതെ, ഞാൻ ചെയ്തായിരുന്നു. ലൈക്ക് ക്ലാസിക്കലിനാണ് പോയിരുന്നത്. അത് പക്ഷെ എനിക്ക് നടന്നില്ല. ബിക്കോസ് വീട്ടിലെ സാഹചര്യം കാരണം അനിയനെ നോക്കാനാകില്ല. അമ്മയ്ക്ക് അപ്പം വലിയ ഇതില്ല, അമ്മ ആക്റ്റീവാണ്. അനിയനെ നോക്കാൻ ആ ടൈമിൽ ആരും ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഞാൻ പോയാൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ഒരു തടിയൊക്കെ കാരണം ഇവൻ ഓടുന്ന പോലെ കൂടെ ഓടാനുള്ളൊരു പ്രായമല്ലല്ലോ. സോ അതുകൊണ്ട് ഇപ്പം അവനെ ഇവിടെ ഒറ്റയ്ക്ക് എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഈ വീക്കെൻഡ്സിൽ പോകുമ്പോൾ പോലും എനിക്ക് റിസ്ക് ആണ് ആക്ച്വലി. ഇവൻ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അപ്പം ഇവനെ അങ്ങനെ കൺട്രോൾ ചെയ്താലേ പറ്റി. സോ ബേസിക്കലി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീക്കെൻഡ്സിൽ പോയിട്ട് ഇവിടെ വന്നാലും ഇവൻ ഈ വീട് ആലങ്കോലമാക്കി കളയും. അപ്പോൾ എന്താണ് ഇവൻ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ അവസാനം ഇതൊരു 1 year അടുപ്പിച്ച് പോയെന്ന് തോന്നുന്നു. ഞാൻ കൊച്ചിലെ ഒരു 5th പഠിക്കുമ്പോഴാണ് കൊണ്ടുപോകാൻ. അപ്പോൾ അത് പക്ഷേ എന്ത് പറയാനാണ്, നമുക്ക് ഈ എല്ലാം സാഹചര്യം വേണമല്ലോ. സോ എനിക്ക് ആയിക്കൂടെ കംപ്ലീറ്റ് ഇട്ട് എനിക്കത് നേരെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് അനിയനും? ഞാനും അവനും 2 years. അവൻ 16 ഞാൻ 18. അതായത് ചെറുപ്പം തൊട്ട് തന്നെ ഈ നോക്കുന്നത് നിഖില തന്നെയായിരുന്നു? അതെ, ഞാൻ എനിക്ക് അങ്ങനെ ഇപ്പം നമ്മളെയൊക്കെ ഇപ്പം സാധാരണ പിള്ളേരെയൊക്കെ അവരുടെ ചെറുപ്രായത്തിൽ കുട്ടികളോടെ കളിക്കുക, കൂട്ടുകാരുണ്ടാക്കുക, അതൊക്കെയാണല്ലോ അവർ ചെയ്യുന്നത്. എന്നെ ആയ കാലത്ത് ഞാൻ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഇതാണ് ഞാൻ ചെയ്തോളൂ. അപ്പം എനിക്ക് പേഴ്സണലി പറയാൻ നല്ലൊരു കൂട്ടുകാരോ എപ്പോഴും ഈ 4 ചുമരിൻ്റെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് അവിടെ മാത്രം കഴിഞ്ഞു, അവിടെ അങ്ങ് ഒതുങ്ങിക്കൂടി അങ്ങനെ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും അതെ, അങ്ങനെ തന്നെയാണ്. ബട്ട് ഇപ്പം എനിക്ക് പറയാൻ എൻ്റെ കൂടെ 3 കൂട്ടുകാരുണ്ട്, 3 പേര്. ഇവർ 3 പേരും എന്നെ ഒരു രീതിക്കും ജഡ്ജ് ചെയ്യാണ്ട് എൻ്റെ കൂടെ ഇപ്പോഴും എൻ്റെ ക്ലാസ്സിലുള്ളവരാണ്. അവരുടെ പേര് അഭിരാം, സയാൻ, അഭിജിത്ത്. ഇവർ 3 പേരാണ് എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം ഞാൻ ഈ സ്കൂളിൽ വന്ന സമയത്ത് എൻ്റെ കൂടെ കൂട്ടായത്. ഇപ്പം എൻ്റെ ഉള്ളതും ഇല്ലായ്മയൊക്കെ മനസ്സിലാക്കി എൻ്റെ ഫ്ലോസ് എല്ലാം മാറ്റി വെച്ച് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അവരേ ഉള്ളൂ. അവരെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ട്, അനിയനെ കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ അവരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മെൻ്റൽ സപ്പോർട്ടായിട്ടും അവരേ ഉള്ളൂ.
ബാക്കി ഇപ്പോൾ ക്ലാസ്സിലുള്ളവർക്കാണെങ്കിൽ പോലും ദേ ഡോണ്ട് നോ ഞാൻ എന്താണ് കടന്നു പോകുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷമാണ് പേഴ്സണലി അവരിത് അറിയുന്നത്. അപ്പോൾ അറിഞ്ഞപ്പോൾ അവർക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇതായിരുന്നു. കാര്യം അവരും എന്നോട് മിണ്ടാതെ വരാറുണ്ടായിരുന്നില്ല. ലൈക്ക് ഒരുപാട് ബോഡി ഷെയ്മിങ് ചെയ്യുക, ഈ തടി വെച്ചൊക്കെ ബോഡി ഷെയ്മിങ് ചെയ്യുക. എൻ്റെ കഴിഞ്ഞ സ്കൂളുകളിലൊക്കെ ഞാൻ അതൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്. മിണ്ടാൻ ആരും വരാറില്ല, സംസാരിക്കാറില്ല. അപ്പം അതുപോലെ തന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക. അത് ഈ ഒറ്റപ്പെടൽ കാരണം എനിക്കത് തനിയെ വളർന്നു വന്നതാണ്. ഇങ്ങനെ റൂമിലിരുന്ന് ഞാൻ കഥ അടച്ചിരുന്ന് ചുമ്മാ ഇരുന്ന് ആരടുത്തോ എൻ്റെ അടുത്ത് എന്തോ ഒരു ആത്മാവ് ഇരിക്കുന്നത് പോലെ ഞാനങ്ങിരുന്ന് സംസാരിക്കും. എന്താണ് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഞാൻ കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ നിർത്തും, ഞാൻ കിടന്നുറങ്ങും. പിന്നെയും ഇത് വരും. ഇത് ലൈക്ക് എപ്പോഴും ഉള്ളതാണ്. ഇപ്പം ഞാൻ മാക്സിമം അത് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇടയ്ക്ക് എനിക്കത് അറിയാണ്ട് വരും. സംസാരം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക എന്നുള്ളത് ആ ഒരു പ്രവണത ഇപ്പോഴും എനിക്ക് പേഴ്സണലി ഉണ്ട്. പിന്നെ ഇപ്പം ഇവർ 3 പേരും ഉള്ളതുകൊണ്ടാണ് അവരെന്നെ ഇപ്പം മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നുമുണ്ട്. ഇവരുള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ല എന്താണ് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് എനിക്കറിയില്ല, അത് അറിഞ്ഞിട്ടുമില്ല. ഇപ്പം ഈ ഒരു 2 വർഷം 11th and 12th ആ ഒരു ടൈമിൽ ഞാൻ അറിയുന്നത് എന്താണ് കൂട്ടുകെട്ടം. അച്ഛൻ ഒരുപാട് മിസ് ചെയ്യും. അച്ഛന് എന്താ പറയുക, അച്ഛനായിരുന്നു ക്ലോസ് ആയിട്ടുള്ള ഒരാൾ. ഞാൻ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയില്ല എന്താണ് ഇത് മരിച്ചതാണോ കിടന്ന് ഉറങ്ങുന്നതാണോ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മരിക്കും. എനിക്കൊരു 9 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ പുള്ളി ഉറങ്ങുകയാണ്, എണീറ്റ് വരും എന്നുള്ളൊരു ഇതാണ് എനിക്ക്. അന്ന് എൻ്റെ മെച്യൂരിറ്റി അതല്ലേ, എൻ്റെ പ്രായം അതാണ്. എനിക്കൊന്നും അറിയില്ല. സോ ഞാൻ എപ്പോഴും കരുതുന്നത് ഹീ സ്ലീപ്പിങ്, ഉറങ്ങുകയാണ്, എണീക്കും. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അച്ഛൻ മരിച്ചപ്പോൾ പോലും അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ ആലോചിച്ച് നോക്കണം. എനിക്ക് വെറും 9 വയസ്സ്. കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന രാവിലെ 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് കഴിച്ച് വട്ടിയൂർക്കാവിലെ അച്ഛൻ്റെ വീട്, അവിടെ പോയി ഈ നമ്മുടെ വെനിച്ചോറൊക്കെ ഉരുട്ടി അതൊക്കെ എല്ലാം ചെയ്ത് വെച്ച് ഞാനിത് കഴിഞ്ഞൊരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകണം. തിരിച്ച് വരും, കിടന്നുറങ്ങും. പിന്നെയും അതുപോലെ തന്നെ രാവിലെ 4 മണിക്ക് എണീക്കും, എന്നെ ഇവിടുന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോയി. സോ ഇതൊരു 1 വീക്ക് ഈ ഒരു പ്രോസസ്സായിരുന്നു. എനിക്ക് വെറും 9 വയസ്സേ ഉള്ളൂ. എനിക്ക് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കൊന്നൊരു വ്യക്തതയില്ല. അപ്പം നമ്മൾ ഈ സാഹചര്യങ്ങളെല്ലാം കടന്നു വന്നിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു? ഒരു ബന്ധവുമില്ല. ബിക്കോസ് വേറൊന്നുമല്ല, ഇവർ ഇൻ്റർ കാസ്റ്റ് മാരേജാണ്. അമ്മ ക്രിസ്ത്യാനി, അച്ഛൻ നായരും. അച്ഛൻ്റെ പേര് വിനോദ് നായർ എന്നാണ്. നായരാണ് അച്ഛൻ. അച്ഛൻ്റെ ഒരു ഇത് കാരണം അച്ഛൻ അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഇൻ്റർ കാസ്റ്റ് അറിയാമല്ലോ, എതിർപ്പുകൾ 2 സൈഡിലും ഉണ്ടാവും. അമ്മയുടെ സൈഡിലും എതിർപ്പുണ്ട്, അച്ഛൻ്റെ സൈഡിലും എതിർപ്പുണ്ട്. അപ്പോൾ അമ്മേനെ അതിനുശേഷം അമ്മയുടെ ആൾക്കാർ അമ്മയെ കൈവിട്ടു, അച്ഛൻ്റെ ആൾക്കാരും അച്ഛനെയും കൈവിട്ടു. ഇവരെങ്ങനെയോ ജീവിക്കട്ടെ എന്നുള്ളൊരിതായിരുന്നു. എൻ്റെ അമ്മയെക്കാളും 10 വയസ്സിന് ഇളയതാണ് എൻ്റെ അച്ഛൻ, ഇളയതായിട്ടുള്ള ഒരാളാണ്. അപ്പം അച്ഛൻ വളരെ ചെറുപ്പത്തിലാണ് മരിക്കുന്നത്, 36 വയസ്സിനുണ്ടായിരുന്നു. അമ്മ അന്ന് 40+. അപ്പോൾ അച്ഛൻ അന്ന് ഇങ്ങനെ വരികയും അച്ഛൻ ഒരുപാട് കുടിക്കുകയായിരുന്നു. കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുമ്പം അങ്ങനെയാണ് ഈ ഓർഗൻസ് എല്ലാം പോയി, അടിച്ചു പോയി. 1 വീക്ക്, അതായത് മരിക്കുന്നതിന് തൊട്ട് 1 വീക്ക് മുൻപ് അമ്മ ദുബായിൽ പോയി അച്ഛനെ പരിപാലിക്കുകയെല്ലാം ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ ഈസ് ഗോൺ. അപ്പം അത് അറിയുമ്പോൾ പോലും പേഴ്സണലി എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അച്ഛൻ പോയി എന്ന് പറയുമ്പം ഞാനെന്ത് പറയും, എനിക്കൊന്നും അറിയില്ല. ഞാനിത് കേട്ടപ്പോൾ തന്നെ ഞാനൊരു 8-10 മാസം ഡിപ്രഷനിൽ കിടന്നിട്ടുണ്ട്. ആ പ്രായത്തിൽ, കൊച്ചിനെയുള്ള പ്രായത്തിൽ ഞാൻ ഒരാളുടെ ഒരു അക്ഷരം ഞാൻ സംസാരിക്കത്തില്ല. ഇവരടുത്ത് 2 പേർക്കും അനിയനെ ഒഴിവാക്കി വിട്ടു. ഞാൻ ആരടുത്തും മിണ്ടാറില്ല. ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ട് ഞാൻ എന്നെ തന്നെ സ്വയം ഐസൊലേറ്റ് ചെയ്ത് റൂമിൽ തന്നെ ഇരിപ്പായിരുന്നു. ഇങ്ങനെ അതൊരു 8-10 മാസം അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ദൈവമാണ് ശക്തി തന്നത്. പിന്നെ അവസാനം ആ യാഥാർത്ഥ്യം ഞാൻ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കി. ഇപ്പം പിന്നെ എനിക്ക് ഇപ്പം മെച്യൂർ. സോ ഞാൻ അതിനെക്കുറിച്ച് അത്രയും ആലോചിക്കുന്നില്ല. ബട്ട് അച്ഛൻ എന്നും മനസ്സിലുണ്ട്. ബിക്കോസ് ഐ ആം പേഴ്സണലി അറ്റാച്ച്ഡ് വിത്ത് ഹിം. ഞാൻ അത്ര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും മനസ്സിലുണ്ട്. ബട്ട് ഒരിക്കലും ഇപ്പം ഞാനത് ഓർത്ത് അങ്ങനെയില്ല, കരയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എനിക്കറിയാം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. സോ അതൊന്നും എനിക്കത് കരഞ്ഞ് കാണിക്കേണ്ട കാര്യമില്ല. അച്ഛൻ പോയി എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ ചുറ്റി ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്, നമ്മളറിയുന്നില്ല എന്ന് മാത്രം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അച്ഛൻ എന്നെ വിട്ടു പോയി പോകും. ഈ വീഡിയോ കണ്ടതിന് ശേഷം അച്ഛൻ്റെയോ അമ്മയുടെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ? അമ്മയുടെ ഫാമിലിയിൽ നിന്ന് ഇപ്പം
ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ വിളിക്കുന്നു, സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർ പേഴ്സണലി ഒരു ഉപകാരം ഇന്നേ വരെ ഞങ്ങൾക്ക് ഈ അമ്മയ്ക്ക് സ്വന്തം സഹോദരിയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഞങ്ങളുടെ കാര്യം വിട്, ഞങ്ങൾ നോക്കണ്ട. സ്വന്തം സഹോദരി ഈ ഒരു ആപത്ത് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദുരവസ്ഥയിൽ ഇരിക്കുമ്പോൾ സ്വന്തം സഹോദരങ്ങളായ ആൾക്കാർ, അവർ സോ കോൾ സഹോദരങ്ങൾ, അവരെന്തുകൊണ്ട് ഒന്നും ചെയ്തു തന്നിട്ടില്ല. അവരെവിടെ ഇരിക്കുന്നു, അവരുടെ ഫാമിലി വെൽ സെറ്റിൽഡാണ്, എല്ലാമാണ്. നമ്മളെ തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യം വിട്, അനിയൻ അവൻ്റെ കാര്യം ഒന്ന് ചോദിക്കാൻ പോകുന്ന ഒരു ഇതില്ല. ആ ഒരു കർട്ടസി പോലും അവരാരും കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരു മീഡിയയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കേക്ക് കൊണ്ടുവന്നു, ഇത്രയും ദാറ്റ്സ് ഓൾ. അല്ലാണ്ട് വേറെ ഇപ്പം ഇനിയിപ്പോൾ ഈ ന്യൂസിൻ്റെ ഒരു വേവ് ഇതിനിപ്പോൾ ഫുൾ ടൈം നിൽക്കാനൊന്നും പോകുന്നില്ല. ഒരു 45 2 ആഴ്ച ഈ ന്യൂസിൻ്റെ ഇത് താന്ന് പറയും, പിന്നെയും പഴയതുപോലെയാവും. അല്ലാണ്ട് വേറെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആരുടെടുത്തും ഇല്ല. എൻ്റെ അമ്മയുടെ അടുത്താണെങ്കിൽ പോലും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെൻ്റെ അടുത്ത് മിണ്ടാൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് അറപ്പാണ്. കാരണം ഇത്രയും നാൾ നമ്മളോട് നിന്ന് നമ്മളെ സുഖവിവരം അന്വേഷിക്കുക, അല്ലെങ്കിൽ ഒരു പൈസയല്ല കാര്യം, നമുക്ക് നമ്മളെ സുഖവിവരം അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സ്നേഹിക്കാൻ അതൊരിക്കലും അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ വലിയ കാര്യത്തിൽ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് അവരുടെ ദേഷ്യമില്ല, കാരണം അവർക്ക് കിട്ടാനുള്ള അവർക്ക് കിട്ടിക്കോളും, ദൈവം അവർക്ക് കൊടുത്തോളും. ഞാനൊരക്ഷരം മിണ്ടേണ്ട കാര്യമില്ല. അവരെന്നോട് മിണ്ടാവരുത്. എനിക്ക് അവരുടെ നല്ല സമീപനം തന്നെയാണ്, ചിരിച്ചുകൊണ്ട് സംസാരം, ഓക്കെ ഫൈൻ. അല്ലാണ്ട് എനിക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല. ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്, അവരുടെ ദേഷ്യം വെക്കേണ്ട കാര്യമാണ്. ബട്ട് എനിക്ക് ആ സ്വഭാവമില്ല. ഞാൻ പണ്ട് തൊട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അറിയാം, എൻ്റെ അടുത്ത് എത്ര പേര് എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവരുടെ ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവരുടെ അടുത്ത് ഒരു ദേഷ്യവും വൈരാഗ്യം എനിക്കില്ല. ഇപ്പോഴും എൻ്റെ അടുത്ത് അവർ ഉണ്ടാവുന്ന ആടാ എന്ന് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോകും. എൻ്റെ അടുത്ത് ഉണ്ടാകുന്ന അവർ ഒരിക്കലും ഞാൻ ആരുടെ ദേഷ്യം വയ്ക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. അപ്പോൾ ഇവർ ഉണ്ടാകുന്നാൽ പോലും ഞാൻ തിരിച്ചങ്ങനെ ഒരിക്കലും അവർ അവോയ്ഡ് ചെയ്തിട്ടില്ല. അവർ കാണിച്ച കണക്ക് ഞാൻ കാണിച്ചെങ്കിൽ അവരും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം അല്ലേ? സോ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർ ഉണ്ടാകാൻ വരുമ്പോൾ ഞാൻ തിരിച്ചുണ്ടും. അല്ലാണ്ട് എനിക്ക് അവരായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും ഇനി ഉണ്ടാവില്ല. ബിക്കോസ് എൻ്റെ അമ്മയെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞാൻ അവരെ നോക്കേണ്ട കാര്യം. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ കുടുംബം ഇന്ന് ജീവിക്കുന്നത്. ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു ലോകം തന്നെയാണ് ഇവരും ആഗ്രഹിക്കുന്നത്. അമ്മ പറഞ്ഞതുപോലെ ഇന്നിവർ പലരോടും കടപ്പെട്ടിരിക്കുന്നു. പലരുടെയും സഹായങ്ങൾ ഇവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരു നല്ല നാളേക്ക് തന്നെയാണ് ഇവരും കാത്തിരിക്കുന്നത്. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ, അലയും പ്രിയനെ മറന്നുവോ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകി വാ, അലയും പ്രിയനെ മറന്നുവോ മൃദുലേ മനസ്സു മകന്നുവോ അകലെയാണെങ്കിലും സ്വരം ഒരു